ഇതെങ്ങനെയുണ്ട്? ഇത് നമുക്ക് ഈ ഒരു ക്യൂട്ടായിട്ടുള്ള നോട്ട്ബുക്ക് ഉണ്ടാക്കാം. ഇത് എൻ്റെ ഒരു പഴയ നോട്ട്ബുക്കാണ്. പക്ഷേ ഈ നോട്ട്ബുക്കിൽ ഞാൻ ഒരുപാട് എഴുതിയിട്ടുണ്ടെങ്കിൽ എഴുതാത്ത കുറേ പേജസ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ആ പേജുകൾ കൊണ്ട് നമുക്കൊരു പുതിയ നോട്ട്ബുക്ക് ഉണ്ടാക്കാം. സോ ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഹാർട്ട് ഷേപ്പിൽ നോട്ട്ബുക്കാണ്. അതുകൊണ്ട് തന്നെ ഒരു ഹാർട്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കട്ട് ചെയ്യുമ്പോഴത്തേക്ക് സൈഡിൽ ഈ ഒരു സ്പേസ് നമ്മൾ കട്ട് ചെയ്ത് വിടണം കേട്ടോ. ഇനി കട്ട് ചെയ്തെടുത്ത പേജുകളെല്ലാം ഒന്നൊന്നായിട്ട് നമുക്ക് മുകളിലാക്കി വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ കുഞ്ഞൊരു നോട്ട്ബുക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ 10 പേജസ് മാത്രമുള്ള നോട്ട്ബുക്കാണ് കേട്ടോ ഇത്. ഇനി ഫ്രണ്ട് പോർഷന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു പേപ്പർ കട്ട് ചെയ്തെടുക്കാം. ഇനി അതിന്റെ വൈറ്റ് പേപ്പർ കൊണ്ട് കവർ ചെയ്ത് കൊടുത്ത് നമുക്ക് ഇഷ്ടമുള്ള പെയിന്റ് ചെയ്തെടുക്കാം. ഈ ഒരു ഫ്രണ്ട് പോർഷൻ ഡിസൈൻ ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഡിസൈൻ ചെയ്യാം. പെയിന്റ് ചെയ്തിട്ട് കട്ട് ചെയ്ത് വെച്ച പേപ്പേഴ്സ് എല്ലാം ഇതിന്റെ ഉള്ളിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇത്രയും ചെയ്തപ്പോൾ തന്നെ നോട്ട്ബുക്ക് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഫ്രണ്ട് പോർഷൻ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുക. അതിനായിട്ട് ഇതുപോലെ ടിഷ്യൂ പേപ്പർ എടുക്കുക, നീളത്തിനൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനകത്ത് ഇതുപോലെ ഗ്ലൂ തേച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ട് മടക്കി ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഗ്ലൂ കുറച്ച് മാത്രമേ യൂസ് ചെയ്യുക. കൂടുതൽ ഗ്ലൂ ആയിപ്പോയി ടിഷ്യൂ പേപ്പർ കീറിപ്പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഒരു ഒട്ടിക്കുന്ന പോർഷൻ കാണുമ്പോൾ ഈസിയാന്ന് തോന്നും, പക്ഷേ ഉച്ചയ്ക്ക് തുടങ്ങിയ പണി തീർന്നത് വൈകുന്നേരമാണ്. പറഞ്ഞു വന്നത് ഈ ഒരു ഒട്ടിക്കുന്ന സംഭവം കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ്. പക്ഷെ അതിന്റെ ഫൈനൽ ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ഒരു മെത്തേഡ് വൈറ്റ് ക്ലോത്ത് യൂസ് ചെയ്തും ചെയ്യാട്ടോ. ഇപ്പൊ നിങ്ങൾ ട്രാൻസാക്ഷൻ കാണും. അതെ അപ്പൊ ഞാൻ സെന്റർ ആക്കി ഒരു ബോയും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുണ്ട്, കാണാൻ നല്ല രസമുണ്ട്, സിമ്പിളും ആണ്. അപ്പൊ ഇത്രയൊക്കെ തന്നെയുള്ളൂ. നമ്മളെ മിനി നോട്ട്ബുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ പഴയ നോട്ട്ബുക്ക് എടുത്ത് എല്ലാവരും ഈ ഒരു ഐഡിയ ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ട ലൈക്കും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോ കാണാം. ബൈ.